തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ധനികനായ ഒരു ചേട്ടൻ ഭക്തനാണ്. ബൈബിൾ എല്ലാ ദിവസവും വായിക്കും, പള്ളിയിലൊക്കെ പോവും, നല്ല പ്രാർത്ഥനയുള്ള ചേട്ടായി. ഒരു ദിവസം ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ വചനം ആളുടെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥമാക്കി. നിൻ്റെ സമ്പത്തെല്ലാം വിറ്റ് ദാനം ചെയ്യുക. എത്ര ശ്രമിച്ചിട്ടും ആൾക്കതിന് പറ്റണില്ല. ആഗ്രഹമുണ്ട്, മനസ്സറിഞ്ഞ് ദാനം കൊടുക്കണം, പക്ഷേ മനസ്സ് അങ്ങ് സമ്മതിക്കണില്ല. പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഇഷ്ടം പോലെ എല്ലാം ദാനം ചെയ്യാൻ എന്നെ സഹായിക്കണേ. പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വല്ലാത്തൊരു വേദന, കൊടുക്കാൻ പറ്റണില്ല. ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു മാലാക ഈ ചേട്ടായുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ നീ നിരാശപ്പെട്ടിരിക്കണത്? ആളുള്ള കാര്യം തുറന്നു പറഞ്ഞു, മാലാകെ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൊടുക്കാൻ പറ്റണില്ല. അത് തന്നെയല്ല, ഈ ദൈവം എന്താ ആഗ്രഹിക്കണത്? എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണോ? ഉടനെ മാലാക ആശ്വസിപ്പിച്ചു, മോനെ എപ്പോഴും കൊടുക്കണമെന്നല്ല ദൈവം പറഞ്ഞു. ആൾക്ക് ചെറിയൊരു ആശ്വാസമായി. പിന്നെ ദൈവം എപ്പോൾ വരെ നിനക്ക് തരുന്നോ അപ്പോൾ വരെ നീ കൊടുക്കുക. ദൈവം തരൽ നിർത്തിക്കഴിയുമ്പോൾ കൊടുക്കുകയും വേണ്ട. മാലാക പറഞ്ഞു. പക്ഷേ ഈ ഒരു ഒറ്റ സെൻറ്റൻസ് ചേട്ടായിയുടെ ഹൃദയം തുറന്നു, കണ്ണു തുറപ്പിച്ചു. സത്യത്തിൽ ദൈവം തരുന്നത് നിർത്തുന്നില്ലല്ലോ. ദൈവം എന്തുമാത്രം തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞു കൊടുക്കുക. സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും പെറുപെറുത്തും പ്രാഗിയുമല്ല നാം സമ്മാനങ്ങൾ നൽകേണ്ടത്. ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു, അത് നിർത്തുന്നത് വരെ ഞാനും കൊടുത്തുകൊണ്ടിരിക്കും. സത്യത്തിൽ ദൈവം തരുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്ന എല്ലാവർക്കും ദൈവം എന്തുമാത്രം തന്നു നൽകാനായിട്ടുള്ള നല്ല മനസ്സ് മാലാക വന്ന് അടുത്തിരുന്ന് നൽകട്ടെ. തുറന്ന മനസ്സോടെ നൽകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.